ഹായ് എഞ്ചിനീയേഴ്സ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു MEP കരിയറിൻ്റെ ബിഗിനിങ്ങിലുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസോ ഫ്രഷേഴ്സോ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സും ഡിസ്ട്രിബ്യൂഷൻ ടിപ്സുകൾ കാര്യങ്ങളാണ്. ഒരു MEP ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിസ്ട്രിബ്യൂഷനാണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ബെസ്റ്റ് വേ ടു ലേൺ ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ അതിനുവേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന വെബ്സൈറ്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. നെക്സ്റ്റ് കുറച്ച് ലേണിംഗ് ടിപ്സ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് മിസ്കൺസെപ്ഷൻസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള ഈ കാര്യങ്ങളാണ്. നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതിലെന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. നോർമലി ഇൻഡസ്ട്രിയൽ പ്രാക്ടീസിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ലേൺ ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ലേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതിൽ വെരി ഫസ്റ്റ് കേസ് എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളുടെ സറൗണ്ടിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഈവൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമ്മുടെ വീടുകളിൽ വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സറൗണ്ടിങ്ങിലുള്ള നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് എവിടേക്ക് നമ്മൾ കണ്ടു മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഫീൽ ചെയ്തിട്ട് മനസ്സിലാക്കാൻ നമുക്കുള്ള ഓപ്ഷനാണ് നമ്മളുടെ സറൗണ്ടിങ്ങിലേക്ക് നോക്കുക എന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് കേസ് നമ്മുടെ വീട്ടിലുള്ള DBs നമുക്ക് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ബ്രേക്കേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് നമ്മൾ കോളേജസിലും, നിങ്ങൾ സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ കോളേജസിൽ നിങ്ങൾക്ക് ഒരുപാട് സൈറ്റ് വിസിറ്റും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എല്ലാം അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അതിനെക്കുറിച്ച് ആദ്യം നമ്മൾ ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം ഇൻഡസ്ട്രിയൽ വിസിറ്റ് എല്ലാം ചെയ്യാന്നുള്ളതാണ്. വിസിറ്റ് എല്ലാം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഈവൻ നിങ്ങൾക്കൊരു വലിയ പാനൽ കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജസിന്റെ ഇലക്ട്രിക്കൽ റൂമിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ പാനൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. നെക്സ്റ്റ് വീഡിയോസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അനിമേഷൻ വീഡിയോസ് കാണും. അപ്പോൾ അനിമേഷൻ വീഡിയോസ് ആണെങ്കിൽ ഓരോ പാനലുകളും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതെന്നും ഡിസ്ട്രിബ്യൂഷൻ പാനലുകളെ കുറിച്ചും അനിമേറ്റഡ് വീഡിയോസ് കാണുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ പോലെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഓരോ പാർട്സുകളും എങ്ങനെയാണ് കണക്ഷൻസ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ് ഒരുപാട് പ്രോജക്ട്സുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഡിസൈനിങ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിസൈനിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോജക്ട്സ്, ഇപ്പോൾ നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരുപാട് പ്രോജക്ട്സ് ഡൗൺലോഡ് ചെയ്യാം, അതിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം നോക്കുക, ലോഡ് ഷെഡ്യൂൾ നോക്കുക. ഈ കാര്യങ്ങളെല്ലാം ലോഡ് ഷെഡ്യൂളിനെ കുറിച്ച് പഠിക്കുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് ഈ പ്രൊജക്റ്റുകളൊക്കെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ലോഡ് കാൽക്കുലേഷൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, അതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് നോക്കി കഴിക്കുക. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കണക്ട് വിത്ത് പ്രൊഫഷണൽസ് ആൻഡ് ഡിസൈനേഴ്സ്. അതായത് നമ്മളുടെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരുപാട് പ്രൊഫഷണൽസിനായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ചില പോസ്റ്റുകൾ കാര്യങ്ങൾ, പിന്നെ അവർ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ്, ഇപ്പോൾ ഇൻഡസ്ട്രിയിനെ കുറിച്ച് അറിവുള്ള, ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ പ്രൊഫൈലൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് എല്ലാം കാണാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കാം. ദെൻ അറ്റൻഡ് വെബിനാർസ് അറ്റൻഡ് ചെയ്യുക, ബുക്സുകൾ, ആർട്ടിക്കിൾസ് ഒക്കെ റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഡിസൈനിങ് ഐഡിയാസും കാര്യങ്ങളെല്ലാം കിട്ടും. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ മാനുഫാക്ചേഴ്സിന്റെ അല്ലെങ്കിൽ കൺസൾട്ടന്റ് കോൺട്രാക്ടേഴ്സിന്റെ ഒക്കെ പേജസ് ഫോളോ ചെയ്യാം. അപ്പോൾ അവരുടെയൊക്കെ പ്രൊജക്റ്റുകളും ഈ പ്രൊജക്റ്റുകൾ അവർ ചെയ്യുന്ന പ്രോഗ്രസിങ് പിക്ചേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സൈറ്റ് എക്സ്പീരിയൻസ് പോലെ തന്നെയുള്ള ചെറിയ എക്സ്പീരിയൻസുകൾ, ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനാണ് നിങ്ങളൊരു MEP ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു
ലേണിംഗ് പാത്ത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് നമുക്ക് യൂസ്ഫുൾ ആവുന്ന പവർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് വെബ്സൈറ്റുകൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഈ MEP തന്നെ അത്യാവശ്യം നല്ലപോലെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റ്. ഒരുപാട് ഡിസൈൻ ടിപ്സുകളും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യും സേഫ്റ്റി ടിപ്സുകളും കാര്യങ്ങളെല്ലാം അവരുടെ ആർട്ടിക്കിൾസിലൊക്കെ കാണാറ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോർട്ടൽ എന്നുള്ളത്. നെക്സ്റ്റ് IET എന്ന് പറയുന്നത്, അതായത് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഒരു ഓർഗനൈസേഷനും കൂടിയാണ് വെബ്സൈറ്റ് ഉണ്ട്. അവര് ഒരുപാട് വെബിനാർസുകളും, അതായത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വെബിനാർസുകളും ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ വെബിനാർസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് ബിൽഡിംഗ് സർവീസ് എഞ്ചിനീയറിംഗിൽ ഒരു സർട്ടിഫിക്കേഷൻ അക്രഡിഷൻസ് എല്ലാം കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിൽഡിംഗ് സർവീസസ് എഞ്ചിനീയേഴ്സ്, CIBSE എന്നുള്ളത്, CIBSE, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിൽഡിംഗ് സർവീസ് എഞ്ചിനീയേഴ്സ്. അതുപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് പാനൽസ് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ മാനുഫാക്ചേഴ്സിന്റെ ഒക്കെ വെബ്സൈറ്റ് ഫോളോ ചെയ്യാന്നുള്ളത്. പാനൽ മാനുഫാക്ചർ അതുപോലെ തന്നെ ഒരു മാനുഫാക്ചർ ആണ് ഈറ്റൻ എന്നുള്ള ഒരു മാനുഫാക്ചർ. നെക്സ്റ്റ് നമുക്കറിയാവുന്ന സ്നൈഡർ, ABB പോലത്തുള്ള മാനുഫാക്ചേഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സുകളാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു നമ്മുടെ പവറിന്റെ അതോറിറ്റിയിൽ നിന്ന് എടുത്ത് നമ്മളുടെ ഒരു ലൈറ്റ് കത്തിക്കുന്ന പ്രോസസ്സാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ്, അല്ലെങ്കിൽ എക്യുപ്മെന്റ് അവസാനം നമ്മളെ എൻഡ് ലോഡ് കത്തുന്ന വരെയുള്ള പ്രോസസ്സിനെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഫസ്റ്റ് എന്താ ഉണ്ടാവാം, ഒരു യൂട്ടിലിറ്റി ഗ്രിഡ് ഉണ്ടാവും അല്ലെ. നമ്മളുടെ ഒരുപാട് ലൈനുകൾ, നമ്മുടെ അതോറിറ്റിയിൽ നിന്ന് വരുന്ന കേബിൾസ് ഉണ്ടാവും. ഈ കേബിൾസ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പാനലിലേക്ക് കണക്ട് ചെയ്യും. ആ പാനലിനെയാണ് നമ്മൾ MSB അല്ലെങ്കിൽ MDB എന്ന് പറയും, മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ബോർഡ് എന്നൊക്കെ പറയും. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു 3-4 ഫ്ലോർസ് ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഓരോ ഫ്ലോറിലേക്കും നമ്മൾ സെപ്പറേറ്റ് പാനലുകൾ മെൻഷൻ ചെയ്യും. ആ പാനലിനെ നമുക്ക് എന്ത് ചെയ്യാം, SMDB അല്ലെങ്കിൽ സബ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് അല്ലെങ്കിൽ SSB സബ് സ്വിച്ച് ബോർഡ് എന്ന് പറയാം. ഈ സബ് സ്വിച്ച് ബോർഡിൽ നിന്ന് കേബിൾ ത്രൂ എന്ത് ചെയ്യും, നമ്മളുടെ ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് FDBയിലേക്ക് കൊടുക്കും. ഈ FDBയിൽ നിന്നായിരിക്കും ഓരോ ലോഡിലേക്ക്, നമ്മുടെ ലൈറ്റിലേക്കാണെങ്കിലും സോക്കറ്റ് ആണെങ്കിൽ സോക്കറ്റുകളിലേക്കാണെങ്കിലും, അതല്ല നിങ്ങൾ കണക്ട് ചെയ്യുന്ന AC ആണെങ്കിൽ ACയിലേക്കാണെങ്കിൽ, ചിലർക്ക് കാണുന്ന എക്യുപ്മെന്റ്സുകളിലേക്കൊക്കെ ആണെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എന്ന് പറയും. ഈ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും എപ്പോഴും കടന്നു പോവുക. ഇതൊരു ചെറിയ വീടുകളുടെ കേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമേഴ്സ് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും, നേരെ FDBയിലേക്ക് കണക്ട് ചെയ്യും. അതല്ല അത് ഓരോ അതോറിറ്റികൾ, ഓരോ ബിൽഡിങ്ങിന്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൽ ഓരോ ഡിവൈസുകളുടെയും റിക്വയർമെന്റ് വരുന്നതും. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സിംഗിൾ ലൈൻ ഡയഗ്രാം. എന്താണ് സിംഗിൾ ലൈൻ ഡയഗ്രാം എന്നുള്ളത്? SLD എന്നാണ് അതിനെ ഷോർട്ടായിട്ട് മെൻഷൻ ചെയ്യുക. അത് ഒരു സ്കിമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതിന് ഒരു സ്കിമാറ്റിക് ആയിട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പ്രോസസ്സിനെ ഒരു സ്കിമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് ആണ് നമ്മൾ SLD എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്, ഈ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നടക്കുന്നത് എങ്ങനെയായിരിക്കും, ഒരു കേബിൾ ത്രൂ ആയിരിക്കും അല്ലെങ്കിൽ ബസ് ബാർസ് ത്രൂ ആയിരിക്കും. ഇപ്പോൾ ഒരു പാനലിന്റെ അകത്താണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക, ഒരുപാട് കോപ്പറിന്റെ സ്ട്രിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ബസ് ബാർ എന്ന് വിളിക്കുന്നത്. രണ്ട് പാനലിൽ നിന്ന് ഒരു പാനലിലേക്ക് ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴായിരിക്കും കേബിൾ ത്രൂ കണക്ഷൻ ചെയ്യും. ഇതൊക്കെ നമ്മൾ ഒരു ആനിമേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാക്ട്ലി എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ഈ ബസ് ബാസിനെയും കേബിൾസിനെയും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അതായത് ഫോൾട്ടുകളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ അകത്തുകളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സിന്റെ അകത്തൊക്കെ നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സർക്യൂട്ട് ബ്രേക്കർ ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് കണ്ടീഷൻ വരുന്ന സമയത്തും സേഫ്റ്റി പേർപ്പസിനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ അതിനെ ട്രിപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ ഓഫ് ചെയ്തിട്ട് കട്ട് ഓഫ് ആക്കിയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിനെ സർക്യൂട്ടിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സർക്യൂട്ട് ബ്രേക്കറിന്റെ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ ഒരു പാനലിന്റെ മുകളിൽ കാണുന്ന ഒരുപാട് മീറ്റേഴ്സ് കാണാൻ പറ്റും നമ്മളുടെ മെഷർമെന്റിന് വേണ്ടിയിട്ട്. അതായത് എത്ര വോൾട്ടേജിന്റെ അറിയാൻ വേണ്ടിയിട്ട് വോൾട്ട് മീറ്ററുകൾ, ആ മീറ്റർ, അതുപോലെ തന്നെ പവറിന്റെ കൺസംഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് അതോറിറ്റിയുടെ
എനർജി മീറ്റർ അല്ലെങ്കിൽ KWH മീറ്റർ കാണാൻ പറ്റും. പിന്നെ ഓരോ പാനലിന്റെ കൺസംഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള KWH മീറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ല ഓരോ അതോറിറ്റിയിലേക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള KWH മീറ്റേഴ്സ് ഇതെല്ലാം നമുക്ക് കാണാം. നെക്സ്റ്റ് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു മീറ്ററാണ് MFM എന്ന് കാണാൻ പറ്റും. മൾട്ടി ഫംഗ്ഷൻ മീറ്റർ എന്നാണ് അതിന്റെ പേര്. ഇതൊക്കെ നിങ്ങൾ ഒരു SLD ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ കഴിയും ഈ വേർഡിങ്സ് എല്ലാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് MFM, KWH ഇതെല്ലാം. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡുകൾ ഉണ്ട്. അതായത് നമുക്ക് പറയാം എസെൻഷ്യൽ ലോഡ്, നോർമൽ ലോഡ്, എസെൻഷ്യൽ ലോഡ്, അല്ലെങ്കിൽ എമർജൻസി ലോഡ്, ക്രിട്ടിക്കൽ ലോഡ്. നമ്മൾ നോർമലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിന് നമ്മൾ നോർമൽ എല്ലാ ലോഡിനെയും നമ്മൾ നോർമൽ ലോഡ് എന്ന് പറയാം. എമർജൻസി കേസിൽ ഇപ്പോൾ നമ്മളൊരു പവർ ഔട്ടേജ് ഉണ്ടായി, ആ സമയത്ത് അവിടെ പവർ വരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ജനറേറ്റർ, സ്റ്റാൻഡ് ബൈ ജനറേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കും. അപ്പൊ അത്തരം ലോഡുകൾ അതിൽ നമ്മൾ ചിലപ്പം 100% ഓഫ് ദ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. 100% ഓഫ് ലോഡ് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു വലിയ എക്സ്പെൻസ് ആയിരിക്കും അതിന്റെ ഓണർ അപേക്ഷിച്ചിട്ട്. അപ്പൊ അത് കുറയ്ക്കുന്ന ആ ഒരു ജനറേറ്ററിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, ചില സമയങ്ങളിൽ നമ്മൾ ഒരു അത്യാവശ്യമുള്ള ലോഡുകൾ മാത്രം എന്ത് ചെയ്യും, ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എമർജൻസി ലോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത്. അതായത് ഈ ജനറേറ്റർ എല്ലാം ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് പവർ ഔട്ടേജ് ഉണ്ടായി കഴിഞ്ഞിട്ട് പവർ പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഒരു നിയർലി സെക്കൻഡ്സ് എടുക്കും. അപ്പൊ ഈ സെക്കൻഡ്സിൽ പോലും നമുക്ക് ഇന്ററപ്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത്തരം ലോഡുകൾ നമ്മൾ എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ ഒക്കെ ഹോസ്പിറ്റൽസിന്റെ കേസിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചില എക്യുപ്മെന്റുകളും ഓഫ് ചെയ്യാൻ ഈ ഒരു ഗ്യാപ്പ് വരെ പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ അത്തരം കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയും. അത്തരം യൂസ് ചെയ്യുന്ന നമ്മൾ UPSകളെല്ലാം അതായത് അൺഇൻറപ്റ്റബിൾ പവർ സപ്ലൈസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുന്ന ലോഡുകൾ. അപ്പോൾ ഈ എമർജൻസി ലോഡിൽ നിന്നുള്ള വളരെ കുറഞ്ഞ ലോഡായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, UPSലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഡാറ്റാ സെന്റേഴ്സിലൊക്കെ ക്രിട്ടിക്കൽ ലോഡുകൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതാണ് 3 ടൈപ്സ് ഓഫ് ലോഡ് ഉണ്ടാവുക. ഒന്ന് നോർമൽ ലോഡ്, ദെൻ എസെൻഷ്യൽ അല്ലെങ്കിൽ എമർജൻസി ലോഡ്, ദെൻ ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയും. നെക്സ്റ്റ് ഈ എസെൻഷ്യൽ ലോഡ് അല്ലെങ്കിൽ എമർജൻസി ലോഡൊക്കെ ഉള്ള DBകളെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ DBകളെ നമ്മളിപ്പോൾ ഒരു വലിയ DB ആണ്, അതിന്റെ ഏറ്റവും മെയിൻ DB ആണ് നമ്മൾ എന്താ പറയും, EMDB എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് എമർജൻസി മെയിൻ DB എന്നത്, അല്ലെങ്കിൽ ESMDB എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ EDB മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ന് മുമ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എസെൻഷ്യൽ ലോഡിന്റെ പാനലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മളൊരു ക്രിട്ടിക്കൽ ലോഡിന് നമ്മൾ മെൻഷൻ ചെയ്യുന്ന അതിൽ നിന്ന് വരുന്ന DBസിനൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാറ് UDB എന്നുള്ളതാണ്. അതായത് UPSDB എന്നതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ UDB എന്നൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. ഇത് കൺട്രി ബേസിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേംസ് ഒക്കെ മനസ്സിലാക്കിയിരിക്കും. നെക്സ്റ്റ് നമ്മുടെ പാനലുകളിലൊക്കെ കണ്ടുവരുന്ന ഡിസ്ട്രിബ്യൂഷൻ പാനൽസിൽ കണ്ടുവരുന്ന വേറൊരു ബസ് ബാറാണ് എർത്ത് ബാർ എന്ന് പറയും. അതായത് നമ്മൾ എർത്ത് കേബിൾസ് ഒക്കെ കണക്ട് ചെയ്യുന്ന ബാറിന് നമ്മൾ എർത്ത് ബാർ എന്ന് പറയും. നമ്മളുടെ കേബിളിന്റെ കൂടെ, നോർമൽ കേബിൾസിന്റെ കൂടെ നമ്മൾ എപ്പോഴും എർത്തും കൂടെ കണക്ട് വരാറുണ്ട്. എർത്ത് കേബിളും കൂടെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു പാനൽ ടു പാനൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി കേബിൾ ത്രൂ ആയിരിക്കും അതിന്റെ കണക്ഷൻ പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ ഒരു എർത്ത് കേബിളും കൂടി, എർത്തിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എർത്ത് കേബിൾസും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് സൈറ്റുകളിലൊക്കെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന 2 കേബിളാണ് ഇൻകമർ ഔട്ട് ഗോയിങ് എന്നുള്ള സംഭവം. ഒരു പാനലിന് എപ്പോഴും എന്തുണ്ടാവും, ഒരു മെയിൻ ബ്രേക്കർ ഉണ്ടാവും, അതിന്റെ താഴെ ഒരുപാട് ചെറിയ ചെറിയ ബ്രേക്കേഴ്സ് ഉണ്ടാവും. മെയിൻ ബ്രേക്കറിലേക്ക് വരുന്ന കേബിൾസിനെ ഇൻകമർ കേബിൾ അല്ലെങ്കിൽ ഇൻകമർ എന്ന് പറയും. അതിന്റെ മെയിൻ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ ഇൻകമർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. എന്നാൽ അതിന്റെ താഴെ കാണുന്ന സബ് സർക്യൂട്ട് ബ്രേക്കറുകൾ, ആ ഇൻകമറിന് താഴെ ഒരുപാട് സർക്യൂട്ട് ബ്രേക്കറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ ഔട്ട് ഗോയിങ് സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് കേബിൾസ്, അതിന്റെ കേബിൾസ് നമ്മൾ ഔട്ട് ഗോയിങ് കേബിൾസ് എന്ന് പറയും. അതിന്റെ സർക്യൂട്ട് ബ്രേക്കറിന് ഔട്ട് ഗോയിങ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ കേൾക്കുന്ന 2 ടേമാണ് ടോപ്പ് എൻട്രി, ബോട്ടം എൻട്രി എന്നുള്ള ടേംസ്. എന്താണ് ടോപ്പ് എൻട്രി, ബോട്ടം? ഇത് ഒരു പാനലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കേബിൾസ് ഒന്നെങ്കിൽ അതിന്റെ താഴത്തു കൂടെ ആയിരിക്കും, അതിന്റെ താഴെ നമ്മൾ കേബിൾ ട്രെഞ്ച് എല്ലാം എടുത്തിട്ട് താഴെ കൂടെ ആയിരിക്കും ഒന്നെങ്കിൽ അതിന്റെ കേബിൾ പോവാം, അതല്ലെങ്കിൽ അതിന്റെ കേബിൾ ഹൈ ലെവൽ കൂടെ ആയിരിക്കും. ഹൈ ലെവലിൽ പോയിട്ട് വന്നിട്ട് അതിന്റെ പാനലിന്റെ മുകളിലേക്ക് എൻട്രി ചെയ്യുന്ന രൂപത്തിലുണ്ടായിരിക്കും. മുകളിലേക്കാണ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ അതിനെ ടോപ്പ് എൻട്രി എന്ന് പറയും. താഴെ കൂടിയാണ് കേബിൾ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബോട്ടം എൻട്രി എന്ന് പറയും. ഈ ടോപ്പ് എൻട്രിയും ബോട്ടം എൻട്രി ഒക്കെ സൈറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടൊക്കെ നമ്മൾ ആണ് ഡിസൈഡ് ചെയ്യുക. ഒരു സൈറ്റിൽ ചിലപ്പം ടോപ്പ് എൻട്രി പോസിബിൾ ആയിരിക്കില്ല, അപ്പൊ നമ്മൾ ബോട്ടം എൻട്രി ചെയ്യും. പിന്നെ എക്സ്റ്റേണൽ കേബിൾസ്, ഇപ്പൊ നമ്മൾ ഒരു എക്സ്റ്റേണൽ DB, ഇപ്പൊ പുറത്തൊക്കെ നമ്മൾ ലൈറ്റിങ്ങിന്റെ, ഇപ്പോൾ നമുക്ക് പറയുന്ന ഒരു വലിയ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ഒരുപാട് പോൾ ലൈറ്റുകളൊക്കെ ഉണ്ടാവില്ല.
ഈ പോൾ ലൈറ്റുകളുടെ ഒക്കെ DB ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബിൽഡിങ്ങിന്റെ പുറത്ത് വെക്കും. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ പുറത്ത് വെക്കുന്ന ഈ പാനലിന്റെ ഒക്കെ കേബിളുകൾ നമ്മൾ എപ്പോഴും ബോട്ടം എൻട്രി പ്രിഫർ ചെയ്യാൻ പാടുള്ളൂ. കാരണം റെയിനൊക്കെ വന്നിട്ട് ടോപ്പ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലൊരു ഓപ്പണിംഗ് ഉണ്ടാവും, ഡയറക്റ്റ് അതിലേക്ക് വെള്ളം വീഴാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് പാനലുകൾക്കൊക്കെ പ്രൊട്ടക്ഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ IP റേറ്റഡ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്ന പ്രൊട്ടക്ഷൻസ് ഉണ്ടാവും. ബട്ട് ഈവൻ ദോ നമ്മളിതൊരു കേബിൾസ് എൻ്റർ ചെയ്യുന്ന പോർഷനിലേക്കൂടുള്ള വാട്ടറിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എക്സ്റ്റേണൽ പാനലുകളൊക്കെ ബോട്ടം എൻട്രി പ്രിഫർ ചെയ്യാറ്. നെക്സ്റ്റ്, ഈ ഒരു MEPയിൽ സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനോ എല്ലാം ഉണ്ടാവാറുള്ള കുറച്ച് കൺഫ്യൂഷൻസും മിസ്കൺസെപ്ഷൻസും ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊതുവെ കാണാറുള്ള ഒരു കാര്യമാണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതായത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സബ്സ്റ്റേഷനിൽ, മെയിൻ സബ്സ്റ്റേഷനിൽ പവർ ഉണ്ടാക്കുന്നതിന് നമ്മൾ ജനറേഷൻ പറയും. അത് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മൾ പറയും. ആ ട്രാൻസ്ഫോമർ വരെ എത്തുന്ന പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്മിഷൻ സൈഡ് എന്ന് പറയും. ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ എത്തിയിട്ട് ലോഡുകളിലേക്ക് ഡിഫറെന്റ് പാനലുകളിലൂടെ ലോഡ് വരെ എത്തുന്ന പ്രോസസ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ജനറേഷൻ, ദെൻ ട്രാൻസ്മിഷൻ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ഉണ്ടാകുന്ന ഒരു മിസ്കൺസെപ്റ്റ് ആണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന എല്ലാ സർക്യൂട്ട് ബ്രേക്കറും ഒരേ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ളത്. അല്ല, ഓരോ സർക്യൂട്ട് ബ്രേക്കേഴ്സിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന എപ്പോഴും MCCB എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എല്ലാം ചെയ്യുന്നത് ഒരു സർക്യൂട്ടിൽ ഓവർ കറണ്ടോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ട്രിപ്പ് ആക്കുന്നതാണ്. എന്താണ് ഓവർ കറണ്ട്? ഒരു സർക്യൂട്ടിലേക്ക് ഒരു ബ്രേക്കറിന് ഒരു പർട്ടിക്കുലർ ആംബിയർ വരെ അത് ക്യാരി ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത്തരം ബ്രേക്കറുകൾ നമ്മൾ എന്ത് ചെയ്യും, അത്തരം ബ്രേക്കറുകൾ അതിന് കട്ട് ഓഫ് ആവും. അത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓവർ കറണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മോട്ടറൊക്കെ ആണെങ്കിൽ ആ മോട്ടറിന് ഒരു ലോഡ് ഉണ്ടാവും. ആ ലോഡിന്റെ എടുക്കാവുന്ന മാക്സിമം ഒരു ആംബിയർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബിയറിംഗ് പ്രോബ്ലംസോ അങ്ങനെയൊക്കെ കാരണമായിട്ട് ചിലപ്പം അല്ലെങ്കിൽ ഓൾഡ് ആയതുകൊണ്ടോ ഒക്കെ ഓവർ കറണ്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതങ്ങനെ ഒരുപാട് നേരം ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആ ഒരു ബിയറിങ്ങിന്റെ പ്രശ്നമൊക്കെ വന്നിട്ട് ഒരുപാട് നേരം ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോട്ടർ തന്നെ അവിടെ കംപ്ലൈന്റ് ആവും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ മോട്ടറിന്റെ ആംബിയർ റേറ്റിംഗ് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ബ്രേക്കർ സെലക്ട് ചെയ്യുന്നു. ആ ബ്രേക്കറിനെ ഓവർ കറണ്ടിൽ നിശ്ചിത കറണ്ടിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രിപ്പ് ആക്കുന്നു. അത്തരം ഇതാണ് ഓവർ കറണ്ട് എന്ന് പറയുന്നത്. വേറൊന്നാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഷോർട്ട് സർക്യൂട്ട് കാരണം നമുക്കറിയാം, ഒരു ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെ ഉണ്ടാവും, ഫേസ് ഉണ്ടാവും, ന്യൂട്രൽ ഉണ്ടാവും. ഒരു 3 ഫേസും ന്യൂട്രലും ഉണ്ടാവും അല്ലെ, 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഫേസുകൾ തമ്മിൽ കോണ്ടാക്ട് വന്ന് അവിടെ ഉണ്ടാവുന്നത് ഹൈ കറണ്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ആ എക്യുപ്മെന്റുകളൊക്കെ തന്നെ കംപ്ലൈന്റ് ആവും. അപ്പൊ അതിനു വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. അതായത് ഫേസും ന്യൂട്രലും ഷോർട്ട് ആവുക, ഫേസും ഷോർട്ട് ആവുന്നതിനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഫംഗ്ഷനുള്ള സർക്യൂട്ട് ബ്രേക്കറുകളാണ് MCCB, MCB എന്ന് പറയുന്നത്. എന്നാൽ ELCB, RCCB എന്നൊക്കെ, അതായത് ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, RCCB എന്ന് പറഞ്ഞാൽ റെസിഡൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ, RCD, ഇങ്ങനെ ഇതെല്ലാം എന്താ പറയുന്നത് വെച്ചാൽ ഇത് എക്യുപ്മെന്റിനെയോ ഹ്യൂമന്റെയോ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സ്. എന്തെങ്കിലും എർത്തിന്റെ ലീക്കേജ് ഉണ്ടെങ്കിൽ അതിന് ഹ്യൂമൻ ഷോക്ക് അടിക്കുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നു, എക്യുപ്മെന്റുകൾ ഡാമേജ് ആവുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള സർക്യൂട്ട് ബ്രേക്കറാണ് ELCB എന്ന് പറയുന്നത്. നെക്സ്റ്റ് RCBO എന്ന് പറയുന്ന സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, റെസിഡൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള സർക്യൂട്ട് ബ്രേക്കർ. ഈ സർക്യൂട്ട് ബ്രേക്കർ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ 2 ഫംഗ്ഷൻ ഉണ്ട്. MCBന്റെ ഫംഗ്ഷനും ചെയ്യും, ELCBന്റെ ഫംഗ്ഷനും ചെയ്യുന്ന ഒരു ബ്രേക്കർ. അപ്പോൾ ദാറ്റ് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാ സർക്യൂട്ട് ബ്രേക്കറും ഒരേ ഫംഗ്ഷൻ അല്ല ചെയ്യുന്നത്. ഉണ്ടാവുന്ന ഒരു മിസ്കൺസെപ്റ്റ് ആണ് ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബെറ്റർ പെർഫോമൻസ് എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എക്യുപ്മെന്റിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻ, സേഫ്റ്റി, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹൈ വോൾട്ടേജ് സെലക്ട് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൺസംഷൻ ഓഫ് കറണ്ട് കുറവായിരിക്കും. കാരണം വോൾട്ടേജും കറണ്ടും എന്നുള്ള ഒരു റിലേഷൻ ഉണ്ടല്ലോ, ആ റിലേഷൻ വോൾട്ടേജ് കുറവായിരിക്കും. പക്ഷെ എല്ലാ ആപ്ലിക്കേഷനിലും നമ്മൾ ഹൈ വോൾട്ടേജ് സെലക്ട് ചെയ്താൽ അതൊരു ബെറ്റർ ഓപ്ഷൻ അല്ല. എപ്പോഴും എക്യുപ്മെന്റിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ സേഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതെല്ലാം നെക്സ്റ്റ് ഉള്ളതാണ് നമ്മൾ എർത്തിങ്. ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് അല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള ഒരു ഫംഗ്ഷൻ. അങ്ങനെയല്ല, എർത്തിങ് ഒരു മസ്റ്റ് സംഭവമാണ്. പ്രൊട്ടക്ഷൻ സേഫ്റ്റി കേസിൽ എർത്തിങ് എന്നുള്ളത് ഒരു മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഉണ്ടാകുന്നതാണ്
ഡിസ്ട്രിബ്യൂഷൻ കേബിൾസ് ഒറ്റ കേബിൾ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ്. നമ്മൾ 3 ഫേസ് കേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് 3-4 കോറുകൾ ഉണ്ടാവും. ഓരോ കോർ എന്തായിരിക്കും, അത് കോറുകളുടെ ബേസിലാണ്. ഇപ്പൊ നമ്മൾ കേബിൾസ് ഒക്കെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് 4 കോർ 240 അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യുക. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അതിന്റെ അകത്ത് 3 കേബിൾസ് ഉണ്ട്, 3 വയേഴ്സ് ഉണ്ട്. ഒരു വയർ 6 ആണെങ്കിൽ മറ്റേത് Y, മറ്റേത് B, മറ്റേത് അതുപോലെ തന്നെ 3 കോർ ആണെന്നുണ്ടെങ്കിൽ 4 കോർ എന്ന് പറയുന്നത് 4 കോർ ആണെങ്കിൽ ഒരു 6 ഉണ്ടാവും, ഒരു Y ഉണ്ടാവും, ഒരു B ഉണ്ടാവും, നെക്സ്റ്റ് ഒരു ന്യൂട്രലിന് വേണ്ടിയിട്ടുള്ള ഒരു കേബിളും കൂടെ അതിലുണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് നോർമലി ഉണ്ടാവാറുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഇങ്ങനെയൊക്കെ. നെക്സ്റ്റ് നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു MEPയിൽ പൊതുവെ ഉണ്ടാവാറുള്ള എക്സാംസ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ എക്സാംസുകളാണ്. അതായത് ഇത് ലൈസൻസിങ് എക്സാംസ് ഒക്കെ. ഫസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു ലോഡ് കാൽക്കുലേഷൻ എങ്ങനെയാണ്, ലോഡ് ഷെഡ്യൂൾ എന്താണ്, ലോഡ് ഷെഡ്യൂൾ ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഓരോ സർക്യൂട്ട് ബ്രേക്കറിനെ എങ്ങനെ സെലക്ട് ചെയ്യാം, എന്തൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. നെക്സ്റ്റ് എങ്ങനെ കേബിളിനെ സെലക്ട് ചെയ്യാം എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിംബൽസിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. സിംബൽസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് ചോദിക്കാറുണ്ടാവുക. ഒരു സർട്ടിഫിക്കേഷൻ എക്സാംസ് ഇപ്പോൾ UAE കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഫീവ, ദേവ പോലുള്ള ലൈസൻസിങ് അവരുടേതായിട്ടുള്ള അവർ ലൈസൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ലൈസൻസ് എല്ലാം നമുക്ക് കിട്ടുമ്പോൾ അവരൊക്കെ ചെയ്യുന്നത് G+5 ബിൽഡിംഗ് തന്നിട്ട് അത് ഓരോ കാറ്റഗറി ഉണ്ടായിരിക്കും. ജൂനിയർ എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ കൺസൾട്ടന്റ് എഞ്ചിനീയർ, അങ്ങനെ ഒരുപാട് ലെവലുണ്ട്. ഓരോ ലെവലിലും അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൊജക്ട് തന്നിട്ട് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സുകളെല്ലാം നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് സിംബൽസിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിംബൽസുകൾ എന്തൊക്കെയാണ്. നെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യുക പ്രൊജക്ട്. അതായത് നമ്മൾ തിയറി പഠിക്കുന്നതിനേക്കാളും നമ്മൾ പ്രൊജക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അവിടെയാണ് നമ്മളുടെ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളതിൽ ഒരുപാട് തിയറി പഠിച്ചു പോയിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യും. അല്ലെങ്കിൽ സിംബൽസ് മറന്നു പോയിട്ടുണ്ടാവുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രേക്കർ വരുന്ന സമയത്ത് ആ ബ്രേക്കറിന്റെ എങ്ങനെ മെൻഷൻ ചെയ്യണം എന്നുള്ളത്, ഓരോ ബ്രേക്കറിന്റെയും ഒക്കെ നെയിമിംഗ് എല്ലാം നമ്മൾ കറക്റ്റായി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെങ്ങനെ മെൻഷൻ ചെയ്യാന്നുള്ളത് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സിംഗിൾ ലൈൻ ഡയഗ്രാം ആണെങ്കിലും എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കേഷൻ എക്സാംസിലൊക്കെ നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റെഗുലേഷൻ ബുക്സിനെ കുറിച്ചും അതോറിറ്റീസിന്റെ റെഗുലേഷൻ ബുക്സുകളെല്ലാം അതിനെ കുറിച്ചൊക്കെ നല്ലൊരു അവയർനെസ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് ഓരോ ലോക്കൽ അതോറിറ്റിക്കും ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അതോറിറ്റി റെഗുലേഷൻ ബുക്സിനെ കുറിച്ചൊക്കെ ബുക്സിൽ റീഡ് ചെയ്യണം, അതിനെക്കുറിച്ച് അവയർ ആയിരിക്കും. നമ്മൾ എഴുതാൻ പോകുന്ന IEEE, IEC പോലുള്ള എക്സാംസ് ഒക്കെ ആണെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡുകളെ കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഉള്ളത് NEC സ്റ്റാൻഡേർഡുകൾ, നാഷണൽ ഇലക്ട്രിസിറ്റി കോഡ് എന്ന് പറയുന്നത് അതുണ്ടായിരിക്കണം. NFPA, ഈ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ ആക്ട് ആണെങ്കിലും അതിലും സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതും സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അവയർനെസ് നമുക്കുണ്ടായിരിക്കും. നെക്സ്റ്റ് ഈ ഇൻഡസ്ട്രിയിലേക്ക് MEP ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടൂൾസ് ആൻഡ് പ്രാക്ടീസ് എന്തൊക്കെയാണ് നമുക്ക് അവെയർ ആയിരിക്കേണ്ടത് ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്. സോഫ്റ്റ്വെയർ ടൂൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോകാഡും ഇപ്പോഴത്തെ നമുക്ക് കറന്റ്ലി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റിവെറ്റ് പോലുള്ള സോഫ്റ്റ്വെയർസ്, ഓട്ടോകാഡ് തന്നെ ഇലക്ട്രിക്കൽ കാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ദെൻ ഡിസൈനിങ്ങിലെല്ലാം യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നമ്മുടെ ഫോൾട്ട് കറണ്ട് അനാലിസിസ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ETAP എന്നുള്ള സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർസിനെ കുറിച്ചുള്ള ഇതുപോലെ ഒരുപാട് കേബിൾ സെലക്ഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഇത്തരം സോഫ്റ്റ്വെയർസിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല അവയർനെസ് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് ഒരു സൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൾട്ടിമീറ്റേഴ്സ്, ക്ലാം മീറ്റർ, ദെൻ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്ന കേബിൾസിൻ്റെയും പാനൽസിൻ്റെ ഒക്കെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ ഒരു പാനൽ ഓൺ ആക്കുന്നതിന് മുമ്പും ഒക്കെ നമ്മൾ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ടെസ്റ്റിനെല്ലാം യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഇൻസുലേഷൻ റെസിസ്റ്റൻറ്റ് ടൂൾസ് ആയിട്ടുള്ള മെഗർ എന്നെല്ലാം പറയാൻ പറ്റും. ഇത്തരം ടൂൾസ് എല്ലാം കുറിച്ചുള്ള നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ MEP ഫീൽഡിലേക്ക് ആസ് എ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് ആണ് നിങ്ങൾ ഒരു കരിയർ ഡിസൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ അവെയർ ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് വെബ്സൈറ്റ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച്
ബേസിക് ടിപ്സും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.